ആഭ്യന്തര തർക്കങ്ങളും കടുത്ത ഭിന്നതകളും രൂക്ഷമായതിനെ തുടർന്ന് പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൂർണ്ണമായും രാജിവെച്ചു. തനിക്കെതിരെ അജണ്ടകൾ ഉണ്ടെന്ന് ആരോപിച്ചാണ് ശ്വേതയുടെ രാജി. അഡ്ഹോക് കമ്മിറ്റി രൂപീകരണം. ഭരണസമിതി ഒഴിഞ്ഞതോടെ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെയുള്ള 4 മാസത്തെ താൽക്കാലിക ചുമതല അഡ്ഹോക് കമ്മിറ്റിയെ ഏൽപ്പിച്ചു. നടനും എംഎൽഎയുമായ രമേശ് പിഷാരടിയാണ് ഈ കമ്മിറ്റിയുടെ കൺവീനറായി ജനറൽ ബോഡി തിരഞ്ഞെടുത്തത്. കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ കെ.ബി. ഗണേഷ് കുമാർ, സുരേഷ് കൃഷ്ണ, സാഹിദ്, റോണി ഡേവിഡ്, കൃഷ്ണപ്രഭ, ആശ അരവിന്ദ്, പാഷാണം ഷാജി, ദേവി ചന്ദന എന്നിവരാണ് അഡ്ഹോക് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ. അൻസിബയ്ക്ക് ലഭിച്ച പിന്തുണ. സംഘടനയിലെ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ, എക്സിക്യൂട്ടീവ് അംഗം ടിനി ടോം എന്നിവരുമായി മുൻ ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ നടത്തിയ പരസ്യമായ നിയമ വ്യക്തിഗത പോരാട്ടങ്ങളിൽ ജനറൽ ബോഡിയിലെ ഭൂരിഭാഗം പേരും അൻസിബയുടെ നിലപാടുകൾക്കൊപ്പമായിരുന്നു എന്നാണ് സൂചന. തർക്കങ്ങളിൽ ശ്വേതാ മേനോൻ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇത് ഭരണസമിതിയുടെ കൂട്ടരാജിയെ വേഗത്തിലാക്കുകയും ചെയ്തു. ജനറൽ ബോഡി യോഗത്തിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങൾ പങ്കെടുക്കുകയും ആഭ്യന്തര പ്രശ്നങ്ങൾ പരസ്യമായി ചർച്ചയാക്കി സംഘടനയുടെ പ്രതിച്ഛായ തകർക്കരുതെന്നും നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു.